ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിലെ ചാപ്റ്റർ 1ൻ്റെ വെറൈറ്റി മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് ബൾബ് ഉണ്ട്, അത് പാരലൽ കണക്ഷനിലാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഈ ഫിഗർ താഴേക്കാണ് കണക്ട് ചെയ്തിട്ടെങ്കിൽ അത് പാരലൽ കണക്ഷനിലായിരിക്കും. ബൾബിൻ്റെ വാട്ട് 3 വാട്ട് തന്നിട്ടുണ്ട്, 6 വോൾട്ട് തന്നിട്ടുണ്ട്, വോൾട്ടേജ് 6 വോൾട്ട്. നെക്സ്റ്റ് ഫിഗറിൽ ഇത് സീരീസ് കണക്ഷനിൽ നേരെ പോവുകയാണെങ്കിൽ അത് സീരീസ് കണക്ഷനിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ ബൾബിൻ്റെ വാട്ട് സെയിം തന്നെയാണ്, വോൾട്ടേജും സെയിം തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി. ഹൈ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് ബൾബ് ഗ്ലോ ചെയ്യുന്നത് ഏത് ഫിഗറിലാണ്? ഇവിടെ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട, ബൾബ് ഹൈ ഇൻറ്റൻസിറ്റിയോട് കൂടി ഗ്ലോ ചെയ്യാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയുന്നു, ഇലക്ട്രിക്കൽ എനർജിയുടെ ലോസ് വരുന്നില്ല എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പാരലൽ കണക്ഷനിലായിരിക്കും. ഏത് ഫിഗറിലാണോ പാരലൽ കണക്ഷനിലുള്ളത് ആ ഫിഗറായിരിക്കും, ആ ഫിഗറിലെ ബൾബായിരിക്കും ഹൈ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് കത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫിഗർ 1 ആണ്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റിമൂവ് 1 ബൾബ് ഫ്രം ഈച്ച് സർക്യൂട്ട്, വാട്ട് ഡു യു ഒബ്സർവ്. ഈ രണ്ട് ഫിഗറിലെയും ഓരോ ബൾബ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ഒബ്സർവേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഫിഗർ 1 എന്ന് പറയുന്നത് നമുക്കറിയാം പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് സ്വിച്ചസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ബൾബ് മാറ്റിയാലും ഈ ബൾബ് മാറ്റിയാലും ഏത് ബൾബ് മാറ്റിയാലും ഇവിടെ ഒരു പ്രശ്നം വരില്ല. ഏതിൽ? പാരലൽ കണക്ഷനിലാണെങ്കിൽ. സെപ്പറേറ്റ് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബൾബ് എടുത്ത് മാറ്റി ഈ ബൾബിനൊരു കുഴപ്പം വരില്ല. എന്നാൽ സീരീസ് കണക്ഷനിലാണെങ്കിൽ ഈ ബൾബ് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ബൾബും കത്തും. നമുക്ക് വേണ്ടത് മാത്രം, ഇപ്പോൾ നമ്മൾ ഒരു റൂമിലിരിക്കുകയാണെങ്കിൽ അവിടെ 4 ഫാൻ ഉണ്ടെങ്കിൽ ഒരു ഫാൻ മതി, നമുക്ക് ഒരു ഫാൻ മതിയെങ്കിൽ നമ്മൾ ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ 4 ഫാനും കത്തും. അതാണ് ഈ സീരീസ് കണക്ഷൻ്റെ കുഴപ്പം, നമുക്ക് സെപ്പറേറ്റ് സ്വിച്ചസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബൾബ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതർ ബൾബ് ഗ്ലോ ചെയ്യില്ല, അവിടെ കണക്ഷൻ തന്നെ കട്ടായി. അപ്പോൾ ഫിഗർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ബൾബ് കണ്ടിന്യൂസ് ടു ഗ്ലോ, ആ ബൾബിന് ഒരു കുഴപ്പവും പറ്റില്ല. എന്നാൽ ഫിഗർ 2ലെ ബൾബ് എന്തായിരിക്കും? അതർ ബൾബ് ഈസ് നോട്ട് ഗ്ലോ, അതർ ബൾബ് ഇവിടെ കത്തില്ല. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വൈ ഡു ദ ബൾബ് ഇൻ ഫിഗർ 1 ഗ്ലോ വിത്ത് മാക്സിമം ബ്രൈറ്റ്നസ്. ഈ പാരലൽ കണക്ഷനിലുള്ള ബൾബ് രണ്ട് ബൾബും മാക്സിമം ബ്രൈറ്റ്നസ്സോട് കൂടി ഗ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഈ കണക്ഷൻ പാരലൽ ആയതുകൊണ്ട് തന്നെ ഓരോ ബൾബിനും വോൾട്ടേജ് കിട്ടുന്നതും കറണ്ട് കിട്ടുന്നതും സെയിം ആയിരിക്കും. റിക്വേർഡ് വോൾട്ടേജും റിക്വേർഡ് കറണ്ടും സെയിം ആയിട്ട് തന്നെ രണ്ട് ബൾബും പങ്കുവയ്ക്കും. എന്നാൽ സീരീസ് കണക്ഷനിൽ ഇങ്ങനെ നടക്കില്ല. ഏതെങ്കിലും ഒരു ബൾബ് കൂടുതൽ വോൾട്ടേജ് വലിക്കും, അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് വലിക്കും. അപ്പോൾ സീരീസ് കണക്ഷനിൽ ഇങ്ങനെ നടക്കില്ല. പാരലൽ കണക്ഷനിലാണ് ഈ ബൾബിന്, രണ്ട് ബൾബിനും മാക്സിമം ബ്രൈറ്റ്നസ്സോട് കൂടിയിട്ട് ഗ്ലോ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes by a device of resistance 920 ohm working under 230 volt by using formula H is equal to VIT. ഫോർമുല നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡിവൈസിനെ കൊടുത്തേക്കണു. ഈ ഡിവൈസ് എന്ന് പറയുന്നത് 230 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920 ohm ആണ്. 3 മിനിറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ്, അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി അഥവാ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ H ഈസ് ഈക്വൽ ടു VIT എന്ന് പറഞ്ഞ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിതിൽ T എത്രയാണ്? 3 മിനിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് 920 ohm ആണ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 230 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. നമുക്കിതിൽ കറണ്ട് മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നമ്മൾ കറണ്ട് ഫസ്റ്റ് കണ്ടുപിടിക്കണം. I ഈസ് ഈക്വൽ ടു V/R, അതായത് ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 230 ഡിവൈഡഡ് ബൈ 920, 23 1/4. I എന്ന് പറയുന്നത് 1/4 ആണ് കിട്ടി. അപ്പോൾ ഇവിടെ I എന്ന് പറയുന്നത് 1/4 ആണ് നമുക്ക് കിട്ടി. ഇനി ഈ ഫോർമുലയിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ H എന്ന് ഈസ് ഈക്വൽ ടു V എന്ന് പറയുന്നത് 230 ഇൻറ്റു I എത്രയാണ് കിട്ടിയത്? 1/4 ഇൻറ്റു T എപ്പോഴും ശ്രദ്ധിക്കണം, 3 മിനിറ്റ്സിലാണ് തന്നേക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്.
അപ്പോൾ നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ബൈ 60 ആണോ ഇൻറ്റു 60 ആണോ എന്നറിയാത്തവർക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഈ ഒരു കാര്യം പഠിച്ചിരിക്കണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഇപ്പോൾ സെക്കൻഡ്സിലോട്ടാണ് മാറ്റണമെങ്കിൽ ഈ ഒന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഇൻറ്റു 1 ആയതുകൊണ്ട് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 1 ആവും. അപ്പോൾ 60/1 60. അപ്പോൾ ആ 3നെ 60 കൊണ്ട് അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. തിരിച്ച് മിനിറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ 60 അടിയിലേക്ക് വരും. അപ്പോൾ 3നെ 3 × 1/60 എന്ന് വരും. അങ്ങനെ വരില്ല, നിങ്ങൾക്ക് സെക്കൻഡ്സിലേക്ക് മാറ്റാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ സെക്കൻഡ്സിലേക്ക് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 60 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 3 × 60. ഇവിടെ നോക്കി, ഒന്നുകിൽ 3 × 60 എന്ന് എഴുതാം, അല്ലെങ്കിൽ 180 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ 115 230. അപ്പോൾ 115 × 90 എത്ര കിട്ടും? 10350 ജൂൾ. എപ്പോഴും ഹീറ്റ് എനർജി ആകുമ്പോൾ ജൂൾ എഴുതാൻ മറക്കരുത്, അവിടെ മാർക്ക് കുറയും. ഇവിടെ 1 ഈസ് കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 2 റെസിസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 12 ഓമും 4 ഓമും. ഇവ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലലാണെന്ന് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പാരലൽ കണക്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് I = V/R എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുല തന്നെയാണ്, ഓംസ് ലോൻ്റെ ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 1/R = 1/R1 + 1/R2 എന്ന് പറഞ്ഞ ഫോർമുല ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. = 1/12 + 1/4. എങ്ങനെ വരും? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 4 + 1 × 12 12 ഡിവൈഡഡ് ബൈ ഇങ്ങനെ 12 × 4. അപ്പോൾ എത്ര കിട്ടും? 16/48 എന്ന് കിട്ടും. 16/48 1/R എന്ന് പറയുന്നതാണ് 16/48. അപ്പോൾ R എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യും? R എന്ന് പറയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. 48/16 എന്ന് കിട്ടും. = 3 ഓം എന്ന് കിട്ടും. അപ്പോൾ ആ 1/R ഇത് വെച്ച് ചെയ്യരുത്, ഒന്ന് തിരിച്ചിട്ടിട്ട് 6 ആക്കിയിട്ട് വേണം നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അങ്ങനെ നമ്മൾ റെസിസ്റ്റൻസ് 3 ഓമാന്ന് കണ്ടുപിടിച്ചു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരിട്ട്. I = 12 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 4 ആംപിയർ എന്ന് ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. 10 resistors of 2 ohm each are connected in parallel. Calculate the effective resistance. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുന്നത്. പാരലൽ കണക്ഷനിൽ 10 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ ഓരോന്നും 2 ഓം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 2 ഓമാണ്. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് 10 ആണ്. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് N കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പാരലൽ കണക്ഷനിലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫോർമുലയുണ്ട്, R/N. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 2. ഓരോന്നും 2 ആണ്, 2 ഓം വെച്ചിട്ടാണ്. ബൈ എത്ര നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഇതിനെ നമ്പറിനെ സൂചിപ്പിക്കുന്നു, 10. അതായത് 0.2 ഓം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഓമിൻ്റെ യൂണിറ്റിലാണ് അവിടെ എഴുതേണ്ടത്. ഇത് പാരലൽ കണക്ഷനിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ സീരീസ് കണക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ സീരീസ് കണക്ഷൻ വരും. അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് N × R ആയിരിക്കും. അതായത് 10 × 2 20 ഓം. ഈ ഫോർമുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N. ഇവിടെ പാരലൽ കണക്ഷനിലാണെങ്കിൽ, സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = N × സീരീസിൽ ഇൻറ്റു ആണ് വരുന്നത്, പാരലൽ ഡിവൈഡ് ആണ് വരുന്നത്. റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ 2017 മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബൾബ് ഓഫ് പവർ 40 watt ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് അറ്റ് 240 volt. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിലമെൻറ്റ് ഇൻ ദ ബൾബ്. ഇവിടെ ഒരു ബൾബ് തന്നിട്ടുണ്ട്, അതിൻ്റെ പവർ എന്ന് പറയുന്നത് 40 watt ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ടേജാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പവറും വോൾട്ടേജും റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം. ഏതാണ്? P =
V²/R എന്ന് പറഞ്ഞ ആ ഒരു റിലേഷൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ റെസിസ്റ്റൻസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ R എന്ന് പറയുന്നത് V², Pനെ അടിയിലേക്ക് കൊണ്ടുവരിക ബൈ PO. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V എന്ന് പറയുന്നത് എത്രയാണ്? 240. 2V ആയതുകൊണ്ട് V² ആയതുകൊണ്ട് 240 × 240 ഡിവൈഡഡ് ബൈ പവറിൻ്റെ വാട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 40 വെട്ടിച്ചെറുതാക്കുമ്പോൾ 6. 24 × 6 എത്ര വരും? 1440 ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. സോ ഓം എന്ന് എഴുതണം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ ദ മെറ്റീരിയൽ ചൂസൺ ഫോർ മേക്കിംഗ് ഫിലമെൻറ്റ് ഇൻ ദ ഇൻകാൻഡസൻ ലാമ്പ്? ഇൻകാൻഡസൻ ലാമ്പിൽ ഉപയോഗിക്കുന്ന ഫിലമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പഠിക്കേണ്ടത് ഇൻകാൻഡസൻ ലാമ്പിൽ ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുക? ടങ്സ്റ്റനോണാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഈ മെറ്റൽ വെച്ചിട്ടാണ് ഇൻകാൻഡസൻ ലാമ്പിലെ ഫിലമെൻറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഹൈ. എന്തൊക്കെയാണ് ഹൈ ആയിട്ട് വരുന്നത്? ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ ഡക്റ്റിലിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ഹോട്ട് കണ്ടീഷൻ. ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്. അപ്പോൾ ഇത്രയും കഴിവുകളാണ് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ ആ ഫിലമെൻറ്റിന് ഉള്ളത്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ ഡക്റ്റിലിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ഹോട്ട് കണ്ടീഷൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ടങ്സ്റ്റനെ ഇൻകാൻഡസൻ ലാമ്പിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പറയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു എ ഡിവൈസ് ഇൻ എ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൽ ഒരു ഡിവൈസിനോട് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവം വോൾട്ട് മീറ്റർ ആണോ, അമ്മീറ്റർ ആണോ, ഗാലനോമീറ്റർ ആണോ? ഏതാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്? ആൻസർ വോൾട്ട് മീറ്റർ ആണ് ഡിവൈസിനോട് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.